സാറേ ഓക്കെ അല്ലേ? പൊളിക്കല്ലേ നമ്മള്? പിന്നല്ല. ഖത്തറിലേക്ക് 7-ാം തീയതി പോവാണ്. 5-ാം തീയതി പോകും. നമ്മൾ 5-ാം തീയതി 7-ാം തീയതി ഷോ. 5-ാം തീയതി പോകും. പറയൂ, എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട് പോകുന്നു. പ്രാക്ടീസ് സെക്ഷൻസ് ഒക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. മാസ്റ്ററാണ് എൻ്റെ സോങ് മൊത്തം ചെയ്യുന്നത്. സോ അതിന്റെ റിഹേഴ്സൽസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരെണ്ണം സുസി ചേച്ചിയുടെ കൂടെയും പിന്നെ വേറെ ഏതൊക്കെ ഉണ്ട് എത്രയാന്ന് നമുക്കറിയില്ല. കലാതിലകം ഞാനായിരിക്കും മിക്കവാറും. ആയിരിക്കല്ലേ? അപ്പൊ ഗംഭീരമായിട്ട് യെസ് പ്രാക്ടീസ് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയും കാണണം അല്ലേ? പിന്നെ പറയാ സോസിക. ഇന്നലെ ഉണ്ടായിരുന്നല്ലോ. ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നിപ്പോ വന്നു. ഇന്നലെ പക്ഷെ ഇങ്ങനെ റംസാന്റെ കൂടെയുള്ള ഡാൻസ് ആണെന്ന് മാത്രമേ അറിയുള്ളൂ. ഇന്നായിരുന്നു ഞങ്ങള് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പോണേ. ഇതുവരെ ഇല്ലാത്ത ടെൻഷനിലാണ് ഞാൻ. എന്റെ ഡാൻസിനെ കുറിച്ച് അറിയാലോ, അതുകൊണ്ട് ഡാൻസ് റൂമിൽ പിടിച്ചേക്കാൻ പറ്റില്ല. അത് കറക്റ്റാണ്. അതിന്റെ ടെൻഷൻ ഉണ്ട്. പിന്നെ മാഷുള്ളപ്പോ പിന്നെ എന്ത് പേടിക്കാനുള്ളത്? പിന്നെ ഖത്തറിൽ പോവാലോ എന്നുള്ള സന്തോഷത്തിൽ അങ്ങനെ എല്ലാം ഹാപ്പി ആയിട്ട് പോണു. എല്ലാ സ്ഥലത്തും എല്ലാ ഫ്ലോറിലും പ്രാക്ടീസ് ഒക്കെ നന്നായി നടക്കുന്നുണ്ട്. അപ്പം നോക്കാം. അത് മാത്രമല്ല വലിയൊരു ഷോ ആണ്. എല്ലാ സ്റ്റാർസും ഉൾപ്പെടുന്ന ഒരു വലിയ ഷോ ആയതുകൊണ്ട് അതിന്റെ ഒരു ഭാഗമാവാൻ പറ്റുന്നു. പെർഫോമൻസ് സ്റ്റേജിൽ ചെയ്യാൻ പറ്റുന്നു. അതിന്റെ ഒക്കെ ഒരു എക്സൈറ്റ്മെന്റിലാണ്. അല്ല, ഈ ഷോയ്ക്ക് വേറെ പ്രത്യേക നിർമ്മാതാക്കളും താരസംഘടന അമ്മയും ഒരുമിച്ചാണ്. അങ്ങനെ പ്രത്യേകത നമുക്ക് ഈ ഷോയ്ക്ക്. അതെ അതെ. അപ്പൊ പ്രാക്ടീസ് മാഷ ഓക്കെ അല്ലേ? അവര് പ്രാക്ടീസ് ഒക്കെ ഓക്കെ അല്ലേ? മാഷ് തലക്ക് കൈ കൊടുത്ത് വെക്കണം. എന്താ തലക്ക് എന്താണ് ഒന്നുമില്ല. ഒരു കൊറിയോഗ്രാഫർ വേണമല്ലോ, അതുകൊണ്ട് അതിന്റെ വെറുതെ ടെൻഷൻ കാണിക്കണമെന്നേ. ഒന്നുമില്ല, നമുക്കറിയാലോ അല്ലേ സാറേ? മാസ്റ്റർ എത്ര കൊല്ലമായിട്ട് ഫീൽഡിലുള്ളതാ. ഇതല്ല ഇതിന്റെ അപ്പുറമുള്ള ആൾക്കാരെ പഠിപ്പിച്ചിട്ടുള്ളത്. നമുക്കിത് ഹാപ്പി മൊമെന്റാണ്. എന്താ വെച്ചാല് നമ്മുടെ ഇതൊക്കെ എൻ്റെ ചങ്കാണ്. ഞാൻ ഇവനൊക്കെ കൂടി ഒരു ഷോയില് ഇത് ഇവനും കൂടെ ഉണ്ട്, ഞങ്ങളും കൂടെ ഉണ്ട്, ഞാനും കൂടെ ഉണ്ട് പറയുമ്പോൾ പിന്നെ എല്ലാവരും T4 ഡാൻസിൽ കുറേ ആൾക്കാർ ലിങ്ക്ഡ് ആണ്. സോ നമ്മുടെ ഫാമിലി ആയിട്ട് പോകുന്നു പറയുമ്പോൾ ഇത് നമുക്ക് ഭയങ്കര ഒരു ഹാപ്പി മൊമെന്റ് ആണ്. മാത്രമല്ല ഞാൻ ഫസ്റ്റ് റിയാലിറ്റി ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ മാസ്റ്റർ ജഡ്ജാണ്. അപ്പോൾ ആ ജഡ്ജും കണ്ടസ്റ്റന്റും ഒരുമിച്ച് ഒരു പെർഫോമൻസ് ഇതാണ് ചെയ്യുന്നുണ്ട്. സൂപ്പർ ഒരു എക്സൈറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സൂപ്പർ. അത് എത്ര സ്റ്റെപ്പ് തെറ്റിക്കുന്നു ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. അത് സൂപ്പറായി കേട്ടോ. അത് ഗംഭീരം അല്ലേ? അത് ഒരു ഭാഗ്യമാണ്. ഉണ്ടല്ലേ? അപ്പൊ തുടങ്ങട്ടെ. നമുക്ക് അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരുമല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുമല്ലോ അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുമല്ലേ? അപ്പം ഇന്ന് എത്ര ഡാൻസർ ഉണ്ട്? ഇപ്പൊ കിട്ടിയ ഡാൻസിലാണ്. ഇപ്പൊ മെയിനായിട്ട് ഡാൻസിലേക്കാണല്ലോ. ഇപ്പൊ എവിടെ നോക്കിയാലും റീൽസും ഡാൻസിലോട്ടല്ല പോകുന്നത്. അല്ല, ഡാൻസിലാണ് ഞാൻ തുടങ്ങിയത് തന്നെ. അപ്പം ഡാൻസ് വിട്ടിട്ടൊരു കളിയില്ല. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ടും ഡാൻസിൽ തന്നെയാണ് അല്ലേ? മാക്സിമം എത്ര സ്റ്റേജ് പെർഫോമൻസ് എല്ലാം ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. കാരണം ലൈക്ക് ഡാൻസ് ആണല്ലോ മെയിൻ. അപ്പൊ ഡാൻസ് കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ നമുക്ക് ഡാൻസ് കഴിഞ്ഞിട്ട് കാണാം. ഓക്സിജനിൽ വമ്പിച്ച വിലക്കുറവുമായി കേരളം കൂളാകും AC ഡിസ്കൗണ്ട് സെയിൽ. ഓക്സിജൻ, the cooling expert.